ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നാളെ, അതായത് ജൂലൈ 14 എടുത്ത വീഡിയോ ആണിത്. ജൂലൈ 15 എൻ്റെ പള്ളി പെരുന്നാളാണ്. കുറിയാക്കോസ് സഹദയുടെ നാമത്തിലുള്ളതാണ് എൻ്റെ പള്ളി. കുറിയാക്കോസ് സഹദയെ പറ്റി പറയുവാണെങ്കിൽ അദ്ദേഹം AD 302 തുർക്കിയിലെ ഇക്കാനിയ പട്ടണത്തിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സൈന്യാധിപനായിരുന്നു. അമ്മ രാജവംശജയായിരുന്നു. യൂലിത്തി എന്നാണ് അമ്മയുടെ പേര്. അദ്ദേഹത്തിന് 3 വയസ്സാവുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു. അമ്മ അദ്ദേഹത്തെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും വളർത്തിക്കൊണ്ടുവന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമായിരിക്കട്ടെ. കുറിയാക്കോസ് മാതാവ് മർത്ത യൂലിത്തി അമ്മയുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും അങ്ങനെയിരിക്കെ റോമ ചക്രവർത്തിയായ ഡയാക്ലീഷ്യൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവർ പൗലോസിന്റെ പട്ടണമായ തർസോസിലേക്ക് പലായനം ചെയ്തു. ഇവിടുത്തെ ഭരണാധിപതിയായിരുന്ന റോമ ചക്രവർത്തി അലസാൻഡ്രിയോസ് ദേവന്മാരെ ബലിയർപ്പിക്കുകയും ദേവന്മാർക്ക് ആരാധന അർപ്പിക്കുകയും ചെയ്യണമെന്ന് അവിടെ നിയമമിറക്കി. എന്നാൽ അമ്മയായ യൂലിത്തി അവിടെയുള്ള ആളുകളെ ദേവന്മാർ ജീവനില്ലാത്തവരാണ്, അവരെ ആരാധിക്കരുതെന്ന് പഠിപ്പിച്ചു. അങ്ങനെ യൂലിത്തിയുടെ പേരിൽ ഒരുപാട് കുറ്റങ്ങൾ ചുമത്തി അവരെ ചക്രവർത്തിയുടെ മുമ്പിൽ എത്തിച്ചു. അപ്പോൾ ചക്രവർത്തി പറഞ്ഞു, നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടില്ലേ, ഞാൻ വധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ യൂലിത്തി പറഞ്ഞു, ചക്രവർത്തി, അങ്ങേക്ക് സമ്മതമെങ്കിൽ എൻ്റെ 3 വയസ്സ് പ്രായമായ പൈതലിനെ വിളിക്കുക, അവൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പൈതലിനെ പൗലോസ് പത്രോസ് സ്ലീഹന്മാരുടെ നാമത്തിലുള്ള ദേവാലയത്തിൻ്റെ അടുത്ത് നിന്ന് കണ്ടെത്തി പൈതലിനെ രാജസന്നിധിയിൽ എത്തിച്ചു. പൈതലിനോട് പറഞ്ഞു, നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ ഞാൻ നിനക്ക് പൊന്നും വെള്ളിയും വേണ്ടുന്നതെല്ലാം തരാം, ഈ രാജ്യത്തിലെ 2ാമനും ആക്കാമെന്ന് പറഞ്ഞു. അപ്പം പൈതലായ കുറിയാക്കോസ് സഹദ പറഞ്ഞു, നിന്റെ പൊന്നും വെള്ളിയും നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നെ നിന്നോട് സംസാരിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. രാജാവ് ഈ കുഞ്ഞിനെ ചങ്ങലകൾ കൊണ്ട് വലിഞ്ഞു മുറുക്കി. അമ്മയായ യൂലിത്തി അന്നേരം പ്രാർത്ഥിച്ചു, ദൈവമേ, വാടാത്ത കിരീടം എൻ്റെ കുഞ്ഞിന് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ് രാജാവ് ഉത്തരവിട്ടു, ഗന്ധകവും ഉപ്പും കൂടെ പൊടിച്ച് കാടി കലർത്തി ഇവരുടെ മൂക്കിലൊഴിച്ച് ഇവരെ കാരാഗൃഹത്തിൽ അടയ്ക്കുക എന്ന് പറഞ്ഞ് ഉത്തരവിട്ടു. അങ്ങനെ ചെയ്തു. കാരാഗൃഹത്തിൽ കുറച്ച് നാൾ അടച്ചു. ആ സമയത്ത് ഇവർ 430 തടവുകാരെ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് അവരെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു, അവരെ ക്രിസ്ത്യാനികളാക്കി മാറ്റി. ഭരണാധികാരി ഇവരോട് പറഞ്ഞു, നിങ്ങൾ ശ്രാപ്പിയോന് ധൂപം വെക്കുവാൻ മാത്രം സമ്മതിക്കുക, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടയക്കാമെന്ന് പറഞ്ഞു. അവർ അതിനും സമ്മതിച്ചില്ല. അപ്പോൾ രാജാവിന് ദേഷ്യം വന്ന് ഈ കുറിയാക്കോസ് സഹദയെ കാലിൽ തൂക്കി താറയിലേക്ക് അടിച്ചു. അപ്പുറത്തേക്ക് തല പൊട്ടിച്ചിതറി. അങ്ങനെ കുറിയാക്കോസ് സഹദ രക്തസാക്ഷിത്വം വഹിച്ചു. അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ മാതാവ് പ്രാർത്ഥിച്ചു, ദൈവമേ, ശോഭയുള്ള കിരീടം പ്രാപിക്കുന്നതിനു വേണ്ടി എൻ്റെ മകനെ നീ എടുത്തതിന് നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. രാജാവിന് വീണ്ടും ദേഷ്യമുണ്ടാക്കി. ഈ അമ്മയുടെ തല ശിരച്ഛേദനം ചെയ്ത് അമ്മയും കൊന്നു. ഇവരുടെ കൂടെ 2 ദാസിമാരുണ്ടായിരുന്നു. അവർ ഇവരുടെ ശരീരങ്ങൾ എടുത്തുകൊണ്ട് ശീഷില് ഒരു ഗുഹയിൽ കൊണ്ട് അടക്കം ചെയ്തു. ഇത് AD 305 ജൂലൈ 15 നടന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനുശേഷം അവിടെ വന്ന കുസന്തീനോസ് ചക്രവർത്തി ഇവരുടെ പേരിൽ അവരുടെ ഒരു ദേവാലയം പണി കഴിപ്പിച്ചു. ആണ് കുറിയാക്കോസ് സഹദയുടെയും യൂലിത്തി അമ്മയുടെയും ജീവചരിത്രം. ഇവരുടെ നാമത്തിലുള്ളതാണ് ഞങ്ങളുടെ ദേവാലയം. ഒരു ദിവസം തന്നെ കുറിയാക്കോസ് സഹദേൻ്റെയും യൂലിത്തി അമ്മേൻ്റെയും പെരുന്നാൾ നമ്മൾ കൊണ്ടാടുന്നു. പരിമള വൈദിക മന്മാന്മാർ
അങ്ങനെ പള്ളിയിൽ നിന്ന് സന്ധ്യാ നമസ്കാരത്തോടുകൂടി ആരംഭിച്ചു പള്ളിയിൽ തന്നെ തിരിച്ചെത്തിച്ചേർന്നു. അത് കഴിഞ്ഞ് ഇവിടെ ബാൻഡിൻ്റെയും ഒക്കെ കുറേ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയായിട്ട് ഞാൻ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരാം. അപ്പം അതുവരേക്കും ബൈ, സീ യു ഇൻ അതർ വീഡിയോ. താങ്ക് യു, ഐ ലവ് യു ഓൾ.